ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ മാങ്ങ പൊട്ടിത്തെറിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ മാങ്ങ അത്യാവശ്യം ചെറിയൊരു മാങ്ങയാണ്, അത് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വേഗം ചെയ്യാൻ പറ്റുന്നൊക്കെ പണിയാണ് ഇങ്ങോട്ട് വരയാന്നുള്ളത്. ഇങ്ങനെ ഈസി ആയിട്ടാണ്. ഓക്കെ, നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് മാങ്ങ. ഇനി നമുക്ക് ഒരു വെള്ള തുണിയിലോട്ട് വെച്ചെടുക്കാം. ഞാനൊരു വെള്ള തുണിയിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റിയിട്ട് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള തുണി വേണം. ഇതിൻ്റെ കുറച്ച് വലിപ്പമുള്ള തുണിയാണ്. ഞാൻ ഉപ്പ് നമുക്ക് അത്യാവശ്യം മതി, ഇത്ര മതി കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേഖലയിലേക്ക് ഇട്ടെടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി, ഇനി നമുക്ക് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഇടയിലൊക്കെ പിടിപ്പിച്ചെടുക്കാം. ഇടയിലൊക്കെ കുറച്ച് കുരുമുളക് കേട്ടോ. അല്ലെങ്കിൽ ചുവന്ന ഇത്ര നമ്മുടെ ഇട്ടുണ്ട്, കുറച്ച് ഇത്ര മതിയാവും. നമുക്ക് ചെയ്തെടുക്കാം വേഗം. നമ്മുടെ മുളക് പൊടിയിലൊക്കെ പുളിച്ച മാങ്ങ ഇവിടെ റെഡി ആക്കിയിട്ട് ഇനി എടുത്ത് കയറ്റി നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. നിന്നെ എൻ്റെ വായിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാനിരിക്കും ടേസ്റ്റ് നമ്മളെവിടെ തന്നെയാണ് കുത്തുന്നത്. അത് കെട്ടിക്കൊടുക്കാം. ഇവിടെ മുളക് പൊടി ഉപ്പൊടി കൂടി മാറ്റി കൊടുക്കണം. നമ്മുടെ കുറച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നന്നായി ഇതാവും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴിച്ചൊക്കെ കൊടുക്കും. നമുക്കൊന്ന് കെട്ടി വെച്ച് നോക്കാം. വായിൽ വെള്ളം ഒഴിക്കണം കേട്ടോ ഗൈസ്. ഇത് നമ്മൾ വലിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണ്. നമുക്കിതൊന്നും കൂടെ നേരിച്ച് കൊടുക്കാം. 1 മിനിറ്റ്. കുരുവൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ കൊണ്ട് കാണിച്ചു കേട്ടോ. മാങ്ങേൻ്റെ കുരു കാണിച്ചു തരാവേ. ഇതുപോലെയാണ് നമ്മുടെ മാങ്ങ ഉള്ളത്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മങ്ങോട്ട് എടുക്കുകയാണ്. ചെറിയൊരു പുളിപ്പുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല. നമുക്കൊന്ന് ഒരു മുളക് പൊടിയിലൊക്കെ നന്നായിട്ട് മുക്കി അധികം കളറൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എന്താ ടേസ്റ്റ്? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ ഒരു മഞ്ഞപ്പൊടിയല്ല മുളക് പൊടിയും ഉപ്പും ഇതൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഓയിൽ ചേർക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.